ശ്രീ ആർ വി ബാബു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വേടന്റെ പാട്ടാണ് ഇപ്പോൾ നിലവിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിലാണ്, അതായത് അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിലാണ് വേടൻ പരാമർശിക്കുന്നത്. മോദി കപട ദേശീയവാദിയെന്നും ദേശദ്രോഹിയെന്നും തീവ്രവാദിയെന്നും ഒക്കെയാണ് പാട്ടിലെ പരാമർശം. പക്ഷേ ഇതൊന്നും കണ്ടമട്ടെ കാണിക്കുന്നില്ല പോലീസ് എന്നുള്ളതാണ്. കാരണം പോലീസിനറിയാം സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസേർഡ് സംരക്ഷണമാണ് വേടനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇതിലൊരു തുടർ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? വേടൻ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കലയിലൂടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കല, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് അവതരിപ്പിക്കുന്നതിൽ ആർക്കും തടസ്സവുമില്ല. പ്രശ്നം അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ചില ആസൂത്രിതമായ ചില മതതീവ്രവാദ ശക്തികൾ അദ്ദേഹത്തെ ഉപകരണമാക്കി മാറ്റുന്നു. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിഭജിക്കാനുള്ള, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാനുള്ള ചില നടപടികളിലേക്ക് അദ്ദേഹത്തെ കരുവാക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. വേടനെ ആയുധമാക്കിക്കൊണ്ട് വേടന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ വേടൻ പറയുന്നതിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ ജനങ്ങളെ വിഭജിക്കാനും രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വേടനെ കരുവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ആക്ഷേപമായിട്ട് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് വേടനവും അല്ലെങ്കിൽ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോൾ വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ വേടന് ആ രാഷ്ട്രീയം പറയാനുള്ള അവകാശത്തെയോ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല. വേടനെ ഉപയോഗിക്കുന്ന മതതീവ്രവാദ ശക്തികളുണ്ട്, ജിഹാദികളുണ്ട്, എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ശക്തികളുണ്ട്. അവരുടെ താല്പര്യം എന്താണ് ഈ കാര്യത്തിൽ? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഗൗരവമായിട്ടും മനസ്സിലാക്കുന്നത്. അതിന് വേടൻ അവരുടെ ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വേടന് സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനോ അദ്ദേഹത്തിന്റെ കല നടപ്പാക്കുന്നതിനോ ആർക്കും തടസ്സം പറയാൻ സാധ്യമല്ല. പക്ഷെ വേടന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ടും ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കുന്ന ജാതി ഭീകരവാദം ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെയുള്ള യഥാർത്ഥത്തിൽ മതഭീകരവാദമാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. ആ മതഭീകരവാദം എന്നുള്ള പ്രശ്നത്തെ മറച്ചു വെക്കാൻ ജാതി ഭീകരവാദം എന്നത് ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ നാട്ടിലെ മതതീവ്രവാദ ശക്തികളാണ്. അവരുടെ മതഭീകരവാദത്തെ മറച്ചു വെക്കാനാണത്. അപ്പോ അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. സർക്കാർ ഈ കാര്യത്തിൽ വേടനെ മറയാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജാതീയമായി ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ പട്ടികജാതി പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനും മറച്ചു വെക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ബിന്ദു അടക്കമുള്ള ആളുകൾക്കുണ്ടായ അവഹേളനം, ക്രൂരമായ പീഡനം, ഇതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ്. അപ്പോഴാണ് വേടന്റെ ഈ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത്.